പാതിവില തട്ടിപ്പ് കേസിൽ BJP നേതാവ് AN രാധാകൃഷ്ണനെതിരെ കേസ്. പണം വാങ്ങിയിട്ട് സ്കൂട്ടർ നൽകിയില്ലെന്ന പരാതിയിലാണ് കേസ്. തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. AN രാധാകൃഷ്ണനടക്കം FIR-ൽ 4 പ്രതികളാണ് ഉള്ളത്. സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, ഇത് നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുള്ള വാർത്തയാണ്. അന്ന് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് AN രാധാകൃഷ്ണൻ കുറ്റങ്ങളൊക്കെ ആരോപിച്ചിരുന്നു. ഇപ്പോൾ FIR ആയി ഇല്ലേ? ഗുഡ് മോർണിംഗ് സജോ. ഡോക്ടർ അരുൺകുമാർ, ഈ പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനമൊട്ടാകെ 1350ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. പിന്നീട് അതിൽ മിക്ക കേസുകളും ക്രൈംബ്രാഞ്ചിന് വിട്ടു. അങ്ങനെ ഒരുമിച്ച് അന്വേഷിക്കുന്ന ഒരു സാഹചര്യവും അതിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തു. ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്ന ആരോപണവും പരാതികളും ഒക്കെയാണ്. അതിന് തുടർച്ചയായി ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP നേതാവ് AN രാധാകൃഷ്ണൻ പ്രസിഡന്റായ തൃക്കാക്കര മരോട്ടിച്ചോട് പ്രവർത്തിക്കുന്ന സൈൻ എന്നൊരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റി മുഖേന സമാനമായ രൂപത്തിൽ സ്കൂട്ടർ വിതരണം ചെയ്യാം പകുതി വിലയ്ക്ക് എന്ന വാഗ്ദാനം നൽകുകയും പണം സമാഹരിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ആരോപണം ഉയർന്ന വേളയിൽ AN രാധാകൃഷ്ണൻ വിശദീകരിച്ച കാര്യം തന്റെ സൊസൈറ്റി വഴി, താൻ അധ്യക്ഷനായ സൊസൈറ്റി വഴി ഇങ്ങനെ പണം സമാഹരിച്ചിട്ടുണ്ട് സ്കൂട്ടർ വിതരണത്തിന് വേണ്ടി. അതിൽ പണം നഷ്ടമായവർക്കെല്ലാം തിരികെ നൽകും എന്നതായിരുന്നു. വലിയ സമരവും പ്രതിഷേധവും ഒക്കെ ആ സൊസൈറ്റിയുടെ മുൻപിൽ നമ്മൾ കണ്ടു. അതിൽ മിക്കവർക്കും പണം തിരിച്ചു നൽകുകയും ആ വിഷയത്തിൽ നിന്ന് തലയൂരുകയാണ് AN രാധാകൃഷ്ണൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ തൃക്കാക്കര പോലീസിന് മുൻപിൽ വന്നിരിക്കുന്ന ഈ പരാതിയിൽ FIR വന്നിരിക്കുന്നത് പറവൂർ സ്വദേശിനിയാണ്. സൈൻ സൊസൈറ്റിയുടെ കോർഡിനേറ്റർ മുഖേനയാണ് ഇങ്ങനെ പണം നൽകിയത് സ്കൂട്ടർ ലഭിക്കുന്നതിന് വേണ്ടി. പക്ഷേ പിന്നീട് തുടർച്ചയായി സൈൻ സൊസൈറ്റിയുമായൊക്കെ ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തി. പക്ഷേ പണം തിരിച്ചു കിട്ടിയില്ല എന്ന് കാട്ടിയാണ് ആ പരാതി. ആ പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ആ പരാതി നിൽക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ FIR-ലേക്ക് പോയിട്ടുണ്ട്. AN രാധാകൃഷ്ണൻ അടക്കം 4 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ്. അതായത് ഈ പരാതിക്കാരിയും പറവൂർ സ്വദേശിനി ആരോപിക്കുന്നത് പോലെ തന്നെ കണക്ട് ചെയ്ത കോർഡിനേറ്റർ അടക്കം, അതായത് സുമേഷ് എന്നയാൾ, AN രാധാകൃഷ്ണനെ കൂടാതെ സുമേഷ്, രൂപേഷ് മേനോൻ, KT ബിനീഷ് ഇവരും ഈ സൊസൈറ്റിയുടെ ഭാഗമായുള്ളവരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ 4 പേർക്കെതിരെ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകുകയും AN രാധാകൃഷ്ണനെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു സജോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനകത്തെ ചില നേതാക്കളൊക്കെ പോയി പെടുന്നതാ. ചില ആളുകളൊക്കെ വലിയ വാഗ്ദാനങ്ങളുമായിട്ട് വലിയൊരു ബിസിനസ് പ്ലാൻ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു വരും. സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. മണി ചെയിൻ മാതൃകയിലുള്ള ഒരു ബിസിനസ്സും അധികകാലം നമ്മുടെ നാട്ടിൽ നിലനിന്നിട്ടില്ല. ഊതി വീർപ്പിച്ച ബലൂണ് പോലെ ടപ്പേ എന്നങ്ങോട്ട് പൊട്ടിപ്പോകും. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് രാധാകൃഷ്ണനൊക്കെ. അല്ല, രാധാകൃഷ്ണനൊക്കെ ഒരു തട്ടിപ്പുകാരനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല കേട്ടോ.